ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇവിടെ ഒരു കുറച്ച് ദിവസമായിക്കണം വീഡിയോസൊക്കെ നല്ലപോലെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എല്ലാ വീഡിയോ അങ്ങനെ ചെയ്യുമ്പോഴും എന്താണെന്നറിയില്ല, കോപ്പിറൈറ്റ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വോയിസൊക്കെ വീണ്ടും ഡിലീറ്റ് ചെയ്യും, വീണ്ടും കൊടുക്കും. അപ്പോഴും കോപ്പിറൈറ്റൊക്കെ കാണിച്ചിട്ട് ചില വീഡിയോസൊക്കെ ശരിയാവും, പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അത് അപ്ലോഡ് ചെയ്യും. പിന്നെ കുറേ വീഡിയോസ് പിന്നെ ഞാൻ ഇങ്ങനെ വീടാൻ ചെയ്തിട്ട് എനിക്ക് തന്നെ ഒരു എന്തോ പോലെ ആയിട്ട് ഞാൻ ആ വീഡിയോ ഒക്കെ അങ്ങനെ ഡിലീറ്റ് ചെയ്യാണ് ചെയ്ത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ, ഒരു എന്താ പറയുക, ഉച്ചക്ക് ഉള്ള ഫുഡ് ഉണ്ടാക്കണൊക്കെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ശരിക്കും കാണിക്കുന്നില്ല, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ, നമ്മളെ ഫ്രണ്ട്സുകൾ, പുതിയ ഫ്രണ്ട്സുകളൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. 1 കിലോ അരി വെച്ചിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്യാപ്സിക്കം മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു സവാള, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, 1 ടീസ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നല്ലൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായ 3 പച്ചമുളകും 1 മാഗി ക്യൂബിൻ്റെ പകുതി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് നല്ലപോലെ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്താൻ വെക്കാം. പിന്നെ ഇതിലേക്ക് കളറിന് നമ്മൾ ചിക്കൻ്റെ കളറുണ്ട്, റെഡ് കളറ്, കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലോണം, ഇല്ലെങ്കിൽ അരമണിക്കൂർ ഫ്രീസറിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ വെക്കാൻ്റെ അനിയനും പിന്നെ ഫ്രണ്ട്സുകളും ജ്യേഷ്ഠൻ്റെ മോനും എല്ലാവരും വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഒരു ആപ്പിളും പഴവും പാലും ഒക്കെ ഇട്ട് ആവശ്യത്തിന് മധുരമൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണ്. മന്തിയാണ് ഉണ്ടാക്കുന്നത്. മന്തിക്കുള്ളതാ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് കിടക്കുന്നുണ്ട്. അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ആവാറായി. ഇപ്പോൾ അതാ ചിക്കന് നല്ല മസാലയൊക്കെ തേച്ച് ചിക്കൻ ഇതങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടില്ല, ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. മന്തി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല എളുപ്പമായിട്ടുള്ള മന്തി ഉണ്ടാക്കാനുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണേ. ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോസ് കാണാനിട്ടൊക്കെ, കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് എല്ലാവരും, എന്താണ് താത്ത വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ വീഡിയോ ഇടാത്തതിന് കാരണം ഇതാണ്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ കോപ്പിറൈറ്റ് കാണിച്ചിട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ചില വീഡിയോ അങ്ങനെ ശരിയുണ്ട്, ചില വീഡിയോസിനാണ് ഈ ഒരു ചെറിയ പ്രോബ്ലം വന്നിട്ടുള്ളത്. അതിലെന്തെങ്കിലും പാട്ട് പുറത്തുനിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടിട്ടുണ്ടാവും, അതുകൊണ്ടാവും അത് അങ്ങനെ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ കുറച്ച് എല്ലാവർക്കും അറിയാമല്ലോ, വെക്കാനായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകും വരവൊക്കെ ആയിട്ട് ആ ഒരു തിരക്കും കൂടി ആയിട്ടാണ് ശരിക്കും വീഡിയോ ഇടാൻ കഴിയാത്തത്. പിന്നെ ഇപ്പോൾ ഇവിടെ മോനും കൂടി വന്നിരിക്കണം. അപ്പോൾ പിന്നെ അവനും ലീവിന് വന്നതാണ്. അപ്പോൾ പിന്നെ ആ ഒരു ചെറിയൊരു തിരക്കും കൂടി ഉണ്ട്. എന്നാലും ഇനി ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി വേവിച്ചെടുത്തിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്യാറ്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് മയോണൈസ് ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. വെള്ളം തിളച്ച് വരുന്നുള്ളതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. സലാഡാണ് ഉണ്ടാക്കുന്നത്, മയോണൈസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇനി സലാഡിലേക്കുള്ള ഇതൊക്കെ ഒന്ന് തക്കാളി ഉള്ളി വെച്ചിട്ടാണ് സലാഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ വോയിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളത് അറിയില്ല. ഈ ഒരു മെഷീനിലിട്ടിട്ടാണ് നമ്മളിത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ ചാർജ് ചെയ്യുന്നതാണ്. ഇത് ഇവിടുത്തതല്ല കേട്ടോ, അനിയൻ്റെ വീട്ടിൽ ഇവിടുത്തെ ഒന്നുണ്ട്, കംപ്ലൈൻ്റ് ആയിട്ട് ശരിയാക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല.
ചെറുതായിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്നടിച്ചെടുത്ത് ഇതിലേക്ക് നമ്മൾ ഇട്ടെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ചൊരു വിനാഗിരി ചേർത്ത് കൊടുക്കണം. മയോണൈസും കൂടി ഉണ്ടാക്കാനുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന ഒക്കെ കൂടി നമ്മൾ നല്ല ചോപ്പറിലിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല ചെറുതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സലാഡ് ചട്നി എന്നൊക്കെ പറയട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ മന്തിയിലൊക്കെ കൂട്ടി കഴിക്കാനും. ഒരു സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല ഒന്ന് കുഴച്ചെടുത്താൽ മന്തിയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചെടുത്തിട്ട് സൂപ്പർ. നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കട്ടെ. അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ഇതിന്ന് എടുക്കാനുണ്ട് കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്ത് പള്ളിയിൽ പോയിക്കണല്ലേ, പള്ളിയിൽ പോയി വരുമ്പോഴത്തേന് ഇതാവണം. ഇവിടെ ഇക്കാക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഈ മന്തി, ബിരിയാണി അങ്ങനെയൊന്നും. ചിക്കൻ വെച്ചത്, ബീഫ് അങ്ങനെയൊക്കെ ഇഷ്ടം. നമ്മുടെ സാധാ ചോറ് അതാണ് ഇഷ്ടം. പക്ഷെ മോനക്ക് ഇതൊക്കെ വേണം. ഇനിയിപ്പോൾ അവരിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകും, ഇപ്പോൾ എക്സാമൊക്കെ ആവാറായിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഫ്രൈ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഞങ്ങൾ ചൂടായിട്ടില്ല. എല്ലാവരും കമൻറ്റൊക്കെ കാണാറുണ്ട്, കമൻറ്റൊക്കെ വായിക്കാറുണ്ട്. കമൻറ്റൊക്കെ വായിക്കുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഇട്ട് കമൻറ്റ് ഇടണം. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം. ലൈക്ക് എല്ലാവരും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. മയോണൈസ് ഉണ്ടാക്കണ 2 മുട്ടേനെ എടുത്തിട്ടുണ്ട്. മുട്ടൻ്റെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ 3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ, 1 സ്പൂണ് വിനാഗിരി. 1 സ്പൂണ് വിനാഗിരി ഒഴിച്ചെടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചിട്ട് മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ മറന്നിരുന്നു. പിന്നെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ അവിടെ അരി വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് നമ്മൾക്കൊന്ന് ഊറ്റിയെടുക്കാം.
ചിക്കൻ 2 ഞാൻ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി അങ്ങനെ വെച്ചതാണ്. ഇതൊന്ന് മാറ്റിയേക്കാം. റൈസ് നമ്മൾ റൈസ് ഇവിടെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. റൈസ് വേവ് കൂടുതലാവാതെ നോക്കണം. അരി വളഞ്ഞു പോയാൽ അത് വേവ് കൂടുതലായി എന്നാണ്. അപ്പോൾ അരി വളയുന്ന മുന്നേ നമ്മളിതിങ്ങനെ ഊറ്റിയെടുക്കണം. ഇപ്പോൾ അത് ഞാൻ നല്ലൊരു പാകത്തിൽ ഊറ്റിയെടുത്തിട്ട് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഓട്ടപാത്രം നിറഞ്ഞപ്പോൾ വേറെ ഒന്നിലേക്ക് കൂടി ഇട്ടെടുത്ത് 2 എണ്ണത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചിക്കന് മസാല ഒക്കെ വേവിച്ചെടുത്തില്ലേ ചിക്കന്, ആ ചിക്കന് വേവിച്ചെടുത്ത പൊട്ടിലേക്കാണ് റൈസ് പിന്നെ ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ അതിന് മുന്നേ ഞാൻ അവിടെ കളറ് കുറച്ച് റെഡ് കളറും യെല്ലോ കളറും റെഡിയാക്കി വെച്ചിരുന്നു. പാല് ചേർത്തിട്ടാണ്. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇതിൻ്റെ ഇട്ടിട്ടു. പിന്നെ ഒന്ന് കളറൊന്ന് റെഡും യെല്ലോ കളറും പാലിലൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്താണ് റെഡ് കളറ്. ഇതൊന്ന് പിന്നെ നമുക്ക് കഴിക്കാനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് മാത്രമാണ്. മഞ്ഞൾപ്പൊടിയാണ് പാലിൽ മിക്സ് ചെയ്തതാണ്. ഞാൻ ചിക്കന് കൂടി ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്ന് കണൽ ഒന്ന് പോകി ഇടണം. ഇതെല്ലാം പീസും ഇങ്ങനെ വെച്ചെടുക്കണം. ഈ ഒരു ചിക്കൻ ഞാൻ എടുത്തിടുന്ന ഈ ഒരു ക്ലിപ്പ് ഇത് ഞാൻ പിന്നെ ഇവിടുന്ന് വാങ്ങിയേട്ടാ. നമ്മൾ കോഴിക്കോട് പോയിരുന്നല്ലോ മിഠായി തെരുവ്, അവിടുന്ന് വാങ്ങിയതാണ്. പക്ഷെ ഇത് നല്ല ഉപകാരപ്പെട്ട് ഒന്നുണ്ട്. എനിക്കപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങണോ വേണ്ടേ എന്നുള്ളൊരിതിൽ അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇപ്പോൾ അത് ചിക്കനൊക്കെ മറിച്ചിടാനും മീനൊക്കെ ഫ്രൈ ചെയ്തൊക്കെ മറിച്ചിടാനൊക്കെ അത് നല്ലതാണ്. ഓയിലാണ് ബാക്കിയുള്ളത് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ചിരട്ട കത്തിച്ചിട്ടാണ് നമ്മൾ ഈ കരി ഉണ്ടാക്കിയത്. അതൊരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ആ ചിക്കൻ്റെ ഒക്കെ നടുവിലായി വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് നല്ല ഒന്ന് അടച്ച് മൂടിയിട്ട് പിന്നെ ഇപ്പോൾ നമ്മളെ മന്തി ഇവിടെ ഇങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് എല്ലായിടത്തൊന്ന് ക്ലീൻ ചെയ്യാനും കാരണം കൂടുതലൊന്നുമില്ല, പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പള്ളിയിൽ പോയവരൊന്നും എത്തിയിട്ടില്ല, അവരെത്തിയിട്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഫുഡ് കഴിക്കണ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ അത് നല്ല വെയിലാണ് കേട്ടോ. ഇതൊക്കെ പുറത്തൊക്കെ ഇപ്പോൾ നല്ല എല്ലാം ഉണങ്ങി. ഇപ്പോൾ ഞാനവിടെ കുറച്ച് തീയിടാണ്. ഞങ്ങൾക്ക് തീയിട്ട് ഇവിടുന്ന് ഒരു പ്ലാവ് മുറിച്ചിട്ടുണ്ട്. പ്ലാവിൻ്റെ അടിഭാഗം കേട് വന്നിരുന്നു. അപ്പോൾ അതൊന്ന് ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. മത്തനാണ് കുമ്പളാണോ എന്തോ പൂവിട്ടിട്ടുണ്ട്, കാണുന്നുണ്ടോയെന്നറിയില്ല. അതാ ശരിക്കും ക്ലിയർ ആവണില്ല. അതാ മത്തനാണ് കുമ്പളം എന്താണെന്നറിയില്ല, പൂവിട്ടിട്ടുണ്ട്. കുറേ ആയി പൂവിടുന്നു. പൂവുകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ്. നമ്മളെ മന്തിയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഈ ഒരു അടപ്പുണ്ടല്ലോ അതുകൊണ്ട് തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വന്നത്. പിന്നെ ഇക്കയും മോനും എല്ലാവരും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ആ വീഡിയോ ഒന്ന് കാണണേ. ഇപ്പോൾ തന്നെ നമ്മളെ നേഹമോളും നശ്വിയും നിതമോളും നിച്ചും മോനും നമ്മളെല്ലാവരും കൂടി ഇവിടെ എല്ലാവരും കുട്ടികളെല്ലാവരും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ചോറ് കഴിക്കൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. വരക്കലേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.